തരിപ്പണമാക്കി കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്തെ ദളിതനെയും ആദിവാസിയെയും മുസ്ലിമിനെയും അരികവൽക്കരിക്കപ്പെട്ടവരെയും ഒന്നൊന്നായി വേട്ടയാടി അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യ ഭരിച്ച സംഘപരിവാരത്തിന് ഇനിയും രാജ്യത്തെ ജനതയെ ഭയപ്പെടുത്തി വോട്ട് വാങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിലക്ക് വാങ്ങുന്നത്. അതായത് ഞങ്ങൾ ഇനിയും അധികാരത്തിൽ വരില്ല. RSSന് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ മനുഷ്യരെ ജാതിയുടെയും വിഭജനത്തിന്റെയും വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും രാഷ്ട്രീയം പറഞ്ഞ് മനുഷ്യരെ പട്ടിണിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും തള്ളിവിട്ട ഭരണകൂടം നിങ്ങൾ പരിശോധിക്കൂ. രാജ്യത്ത് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ ഇടം പിടിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്ത് രാജ്യത്ത് 40 വർഷത്തോളമായി ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തൊഴിലില്ലായ്മയാണ് രാജ്യത്തുണ്ടായത്. തൊഴിലില്ലായ്മ മാത്രമാണോ? രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ തൊഴിലുണ്ടായിട്ടും ലോക്കോ പൈലറ്റ് പോലെയുള്ള ഇന്ത്യൻ റെയിൽവേയില് 10,000-ഓളം വരുന്ന തൊഴിൽ തസ്തിക ഉണ്ടായിട്ടും രാജ്യത്തെ ചെറുപ്പക്കാരെ നിയമിക്കാതെ തൊഴിലില്ലായ്മയിലേക്ക് തള്ളിവിട്ട ഭരണകൂടം. രാജ്യത്ത് RSSന് പറയാനുള്ളത് കലാപങ്ങളുടെ ചരിത്രം മാത്രമാണെന്ന് ബോധ്യപ്പെട്ട RSS ഇനിയും ഞങ്ങൾക്ക് ഭരണത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയെടുത്താണ് പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്ക് വാങ്ങുകയും അതിനനുസൃതമായി രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജ്യത്ത് നിയമിക്കുകയും ചെയ്യുന്ന കാഴ്ച നിയമിച്ചു. എന്നാൽ 2027 വരെ കാലാവധിയുള്ള അരുൺ ഗോയൽ 2024